എന്തും അതാതിന്റെ സ്ഥാനത്ത് വയ്ക്കുന്നതാണ് ഭംഗി. നോക്കൂ ലിസി, നീ ഇങ്ങനെ വിഷമിക്കരുത്. കർത്താവിന്റെ പരീക്ഷണം പലപ്പോഴും കടുത്തതായിരിക്കും. ഒരു കണക്കിന് നിന്നേക്കാളേറെ ദുഃഖിക്കേണ്ടവൻ ഞാനാണ്. പക്ഷേ ഞാൻ ചിരിക്കുന്നു. എന്റെ മോൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആയാലോ? മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല. നീ സമാധാനമായിരിക്കും. നമുക്ക് ടെറസിൽ പോയിരിക്കാം. എന്റെ മോൻ എല്ലാം ശരിയാകും. വരൂ. കർത്താവിന് വേണ്ടത് അവൻ എടുക്കും. നമുക്ക് വേണ്ടത് നാം എടുത്തില്ലെങ്കിൽ ആണും പെണ്ണുമായി ഒന്നേ ഉള്ളൂ, വീണ. അവൾ പഠിച്ച് വലിയവളാകണം. അതല്ലേ നമ്മുടെ ലക്ഷ്യം. നീ ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ ഞാൻ തളർന്നു പോകും. താങ്ങാനാവാത്ത തളർച്ച. ഞാനതിന് ദുഃഖിക്കുന്നില്ലല്ലോ. ലിസി, നീ ചിരിക്കുമ്പോഴും നിന്റെ മനസ്സിന്റെ കരച്ചിൽ എനിക്ക് കേൾക്കാം. ഒന്നേ മാർഗമുള്ളൂ, മറക്കുക. എല്ലാം മറക്കുക. വിസ്മൃതിയിൽ സ്വർഗം സൃഷ്ടിക്കുക. മറക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ സാധിക്കും, സാധിക്കണം. സാധിക്കാത്തവനായിരുന്നു ഒരു കാലത്ത് ഞാൻ. ഇന്ന് കരളിൽ ഉമിത്തി എരിയുമ്പോഴും ഞാൻ ആർത്തിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അതിന് കഴിയുമോ? കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ മുൻപിൽ നാം ഉണ്ടാവില്ല. എനിക്ക് ജീവിക്കണം, എന്റെ മകൾക്ക് വേണ്ടി. പറയൂ, ഞാൻ എന്ത് ചെയ്യണം? കഴിക്കൂ. തെറ്റാണെങ്കിലും ഈ കുടുംബത്തിന്റെ ഭാവി ഓർത്ത് കഴിക്കൂ. അയ്യോ, എനിക്ക് വേണ്ട. വേണം. ഇന്ന് വരെ നിന്നോട് പറയാത്ത ഞാനാണ് പറയുന്നത്. കുടിക്കൂ. ആര് നഷ്ടപ്പെട്ടാലും ഈ കുടുംബത്തിന് നീ വേണം. നിന്റെ വിഷമം കണ്ടിരിക്കാൻ എനിക്ക് വയ്യ. ജീവിതം എന്നെ പഠിപ്പിച്ചത് ഇതാണ്. മൂന്നാമത് ഒരു കൊച്ചു കുഞ്ഞിന്റെ കാൽ ഈ വീട്ടിൽ പതിയില്ലെന്ന് അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തളർന്നു. ആ ചുഴിയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ ലഹരിയാണ്. ഇന്ന് മറ്റൊരു ചുഴിയിൽ നിന്ന് നിന്നെ കരകയറ്റാൻ അതേ ഔഷധം തന്നെ ഞാൻ നിനക്ക് തരുന്നു. ഞാൻ കുടിക്കൂ രുചി. ഒന്നും സംഭവിക്കില്ല. നിന്റെ ദുഃഖം മാറ്റാൻ ഇതിനെ കഴിയൂ. കുടിക്കോ? സാരമില്ല, ആദ്യമായതുകൊണ്ടാണ്. ഇതാ. വേണ്ട. ഇത് കൂടി, ഇത് മാത്രം. വേണ്ടേ? ഏതായാലും ഒഴിച്ചു പോയില്ലേ? എന്താ പള്ളിയിലേക്കില്ല.
കണ്ണാടിയുടെ വരവുണ്ടോ? എല്ലാം തല്ലിപ്പൊളി. മണ്ണട ഇറങ്ങുന്ന നോക്കണ ഇറക്കം. അണ്ണനട കണ്ടാൽ മോശമായല്ലോടാ. അത് ഞാൻ ശരിയാക്കും. മാലാഖയാണെന്നാ ഭാവം. ഹെൻറി ഒന്ന് വന്നിട്ട് പോടോ. പാടോ പാടോ. ആ താൻ ബീനയെ കെട്ടുപോ. ആ സ്വന്തം തന്നെയാണല്ലോ. ആ കെട്ടുന്നത് കൊള്ളാം. പക്ഷെ 2-ാം ദിവസം പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വരും, ഭാര്യയെ കാണാനില്ലെന്ന്. ഒരു പുക നമുക്കുണ്ടാ, നമ്മുടെ ആത്മാവ് ഒന്ന് തണുക്കട്ടെ. പുകയൊക്കെ തരാം. പക്ഷെ അബ്ബാസ് ആ പഴയ പാട്ടൊന്ന് പാടാം. ശരിയാണ്. ആ പാട്ട് പാടാൻ കണ്ട സ്ഥലവും സമയവും. ഇതേ പള്ളിമുറ്റമാണ്. അച്ഛൻ കണ്ട നമ്മളെ വാണത്തെ കയറ്റി വിടുന്നില്ല. തന്നെയല്ല പഴയ പോലെ പാട്ട് പാടാനുള്ള മനസമാധാനം ഇല്ല. അബ്ബാസ് സിഗരറ്റ് വലിക്കും. ഒക്കെ ശരിയാ. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കേക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം. ശ്ലീഹായുള്ള വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുവാനും വിധി ദിവസത്തിന് മുമ്പ് വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകാതിരിക്കുന്നതുകൊണ്ട് ഇനി മതി ലിസി. കുറച്ചൂടെ. ബീന പള്ളിയിൽ നിന്ന് വന്നില്ലേ? ഇല്ല. ഓ വന്നെന്ന് തോന്നുന്നു. ഇതെടുത്തോളൂ, എനിക്ക് വേണ്ട. ഡാഡി അച്ഛൻ ചോദിച്ചിരുന്നു. മോളിരിക്കൂ. ഡാഡി റെസ്റ്റ് എടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. ഓ ഇനി ഈ ജോലിയൊക്കെ ഒന്ന് കുറയ്ക്കണം. കുറയ്ക്കാം. എന്റെ ജോലിക്ക് നീ ഒരാളെ വേഗം കണ്ടെത്തണം. ഞാനോ? ഉം. ഈ ഡാഡി. നീ കിണുങ്ങുന്നത് എന്തിനാ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ ബൈ ദ ബൈ, മോളുടെ ബർത്ത്ഡേ അടുത്തല്ലോ. ഡാഡി എന്താണ് സമ്മാനം തരേണ്ടത്? ഡാഡി കുടി നിർത്തിയാൽ മതി. ഡാഡി ജീവിക്കരുതെന്നാണോ? അങ്ങനെയൊന്നും പറയരുത് ഡാഡി. പറഞ്ഞതുകൊണ്ട് അപകടമൊന്നുമില്ല. എല്ലാം വിധിക്കപ്പെട്ടതാണ്.
ഡാഡി, നെടുങ്കുന്നേലെ റോസിയും എമിലിയും എല്ലാം മടത്തി ചേർന്നു. ഞാനും ചേരട്ടെ? അതിനാണോ സുന്ദരമായ ബംഗ്ലാവ് ഞാൻ പണിയിച്ചത്? എന്റെ മോള് പഠിക്കണം, പഠിച്ച് വിവാഹവും ചെയ്ത് സുഖമായി ജീവിക്കണം. തറവാട്ടിലെ അവസാന കണ്ണി നീയാകരുത്. ഡാഡി രോഗിയാണ്. ഞാനില്ലെങ്കിലും മമ്മിയെ നോക്കേണ്ടത് നീയാണ്. ഡാഡി വെറുതെ എന്തിനാ അതും ഇതൊക്കെ പറയുന്നു? മമ്മി എവിടെ ഡാഡി? മുറിയിലുണ്ട്. മമ്മി ഉറങ്ങുകയാണ്. മോൾക്ക് പിന്നെ കാണാം. മമ്മിയെ പള്ളിയിൽ അച്ഛൻ ചോദിച്ചിരുന്നു. മമ്മി, ഞാനൊന്ന് പറഞ്ഞാൽ മമ്മി പിണങ്ങുമോ? മമ്മി ഡാഡിയോട് കൂടെ നിർത്താൻ പറയണം.